അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസമാണ് ഹാഫിള് മസൂദ് സഖാഫി ഗൂഡല്ലൂർ അദ്ദേഹം മരണപ്പെട്ടു പോയത്. അപ്രതീക്ഷിതമായി പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗത്തിലെ ആ ഒരു ഞെട്ടലിൽ നിന്നും ഇപ്പോഴും പലരും മുക്തരായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത്രമേൽ ദുഃഖവും പ്രയാസവുമാണ് ആ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മരണത്തിലൂടെ എല്ലാവരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആ മനുഷ്യനെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. ആരെയും ദ്രോഹിക്കാതെ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന, പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം പ്രഭാഷണം പറയുന്ന ഒരു നല്ലൊരു മഹാമനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എത്രയെത്ര ആളുകളാണ് ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുന്നത്. ഒരുപക്ഷേ അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ ഏതെങ്കിലും ഒരു ഉസ്താദിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനോ ഇത്രയധികം പ്രാർത്ഥനകളും ഇത്രയധികം ദുആകളും കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇല്ല എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ഒരുപാട് ആളുകൾ മസൂദ് സഖാഫിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും മർഹമത്തിനും വേണ്ടി ദുആ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം ആ ആളുകളിൽ എത്രത്തോളം സങ്കടമുണ്ടാക്കി എന്നുള്ളത് ആ കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ വീഡിയോയ്ക്ക് താഴെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമയങ്ങളിൽ ഇറക്കുന്ന എല്ലാവരുടെയും ചാനലുകളിൽ ആ വീഡിയോകൾക്ക് താഴെ അദ്ദേഹത്തിന് വേണ്ടി നൂറുകണക്കിന് ആളുകൾ കമൻറ്റ് ചെയ്യുകയാണ്. അതിൽ ജാതി മത രാഷ്ട്രീയമില്ലാതെ എല്ലാവരും ഉണ്ട് എന്നുള്ളത് ആ മനുഷ്യനെ എത്രമാത്രം എല്ലാവരും സ്നേഹിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ തന്നെ ഒരു ഹൈന്ദവ സഹോദരി അവർ വന്നൊരു കമൻ്റ് ഇട്ടിരുന്നു. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്, ഞാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട് എന്ന്. അത്തരത്തിൽ രാഷ്ട്രീയ സംഘടന വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിരുന്നു പോകും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഘനഗാംഭീര്യമുള്ള ശബ്ദവും ആരെയും കുത്തിനോവിക്കാതെ മനോഹരമായ വിഷയത്തിലൂന്നിക്കൊണ്ട് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അത്രമേൽ മനോഹരമായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന് മറുപടി എന്നോണം ഉസ്താദിൻ്റെ അയൽവാസിയായ ഒരു സഹോദരൻ ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ പ്രതികരിച്ചിരുന്നു. അതിങ്ങനെയായിരുന്നു: ഞാൻ ഉസ്താദിൻ്റെ അയൽവാസിയാണ്. ഉസ്താദ് 4 മണിക്ക് പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലെത്തി. 5:30 മണിക്ക് വീണ്ടും എണീറ്റ് സുബഹി നിസ്കരിച്ചു. വീണ്ടും ഒന്ന് കിടക്കട്ടെ എന്ന്. ആ കിടക്കുന്ന സമയം ഒരു വേദനയും അസ്വസ്ഥതയും വരുന്നുവെന്ന് പറഞ്ഞ് ഒന്ന് എണീറ്റ് ആ ബെഡിലങ്ങ് കിടക്കുകയായിരുന്നു. അങ്ങനെ വീട്ടുകാരെ അടുത്തുള്ളവർക്ക് അറിയിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ വീട്ടിൽ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. അങ്ങനെ 7 മണിയാവുമ്പോൾ കൊണ്ടുവന്നു. മരണം കടന്നു വരാൻ പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ട. അപ്രതീക്ഷിതമായി എങ്ങനെ എവിടെ വെച്ച് ഏതു സമയത്ത് വേണമെങ്കിലും മരണം നമ്മളെ പിടികൂടും. ഒരു കുഴപ്പമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ മനുഷ്യനാണ് പിറ്റേന്ന് 6 മണിൽ കിടക്കുന്നത്. അതുകൊണ്ടുള്ള കാലം പരസ്പരം തമ്മിലടിക്കാതെ, പരസ്പര വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി നമുക്ക് ജീവിക്കാം. അവസാനമായി മസൂദ് സഖാഫി ഉസ്താദിൻ്റെ മയ്യത്തൊന്ന് കാണുവാൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ, അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാർ, ആ നാട്ടുകാർ, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടവർ, സ്നേഹിതർ, അങ്ങനെ 10,000-കണക്കിന് വരുന്ന ആളുകൾ മരണപ്പെട്ട് കിടക്കുന്ന ഉസ്താദിൻ്റെ മുഖം ഒന്ന് കാണാൻ എല്ലാവരും തടിച്ചുകൂടുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തെ അടക്കം ചെയ്യാനൊരുക്കിയ ഖബർ, ആ ഖബർ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരുടെയും ഹൃദയം ഒന്ന് പിടഞ്ഞു പോകും. നമുക്കെല്ലാവർക്കും അറിയാം, ചെറിയാപ്പൂ എന്ന് പറയുന്നൊരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഞാനും അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടത്. അതായത് മരണത്തിന് തൊട്ട് മുമ്പേ മരണത്തെക്കുറിച്ച് അദ്ദേഹം പാട്ടുപാടി. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. ആ ഓട്ടോയ്ക്കകത്തിരുന്നു കൊണ്ടാണ് അദ്ദേഹം മരണത്തെക്കുറിച്ച് പാടുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുകയാണ്. ആ മനുഷ്യനെ അടക്കം ചെയ്ത ഖബറിനടുത്തായിട്ടാണ് മസൂദ് സഖാഫി അദ്ദേഹത്തെ അടക്കം ചെയ്യാനുള്ള ഖബർ തയ്യാറാക്കിയത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു ആഗ്രഹമായിരുന്നു, ഞാൻ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി വഴിക്കടവ് തോരക്കുന്ന് മഹലിൽ ഖബർസ്ഥാൻ ഒരുക്കണമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം എന്നോണം തോരക്കുന്നിൽ അദ്ദേഹത്തിനായി ഖബറൊരുക്കി. ഈ ഭൂമി ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് നാം എല്ലാവരും ചെന്ന് കിടക്കേണ്ട സ്ഥലമാണ് ഈ ഖബർ എന്ന് പറയുന്നത്. ആ ഒരു ശബ്ദം നിലച്ചിരിക്കുകയാണ്, ആ പുഞ്ചിരി മാഞ്ഞിരിക്കുകയാണ്. ഇനി അദ്ദേഹം പ്രസംഗിക്കാനില്ല. പണ്ഡിതന്മാരുടെ വിയോഗങ്ങൾ അത് തീരാ നഷ്ടം തന്നെയാണ്. തിന്മകൾ കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ നേർവഴിക്ക് നയിക്കേണ്ട പണ്ഡിതന്മാരുടെ വിയോഗങ്ങൾ അത് വലിയ തീരാ നഷ്ടം തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് ആ ഉസ്താദിൻ്റെ 3 മക്കളെക്കുറിച്ചാണ്.
3 പിഞ്ചുമല മക്കളാണ്. ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടിയുമാണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ മൂത്ത പെൺകുട്ടിക്ക് വെറും 9 വയസ്സ് മാത്രമാണ് പ്രായം. അത്തരത്തിൽ 3 പിഞ്ചുമല മക്കൾ. ഉസ്താദിൻ്റെ ആ മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കുമെല്ലാം അള്ളാഹു സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ.